വാട്ടർ പ്രൂഫ് ചെയ്യുന്നെങ്കിൽ ഇതുപോലെ വാട്ടർ പ്രൂഫ് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷന്റെ വാട്ടർ പ്രൂഫിംഗ് ആണ് എപ്പോഴും പ്രോപ്പറായിട്ട് ചെയ്യണം. ഫൗണ്ടേഷൻ, ബാത്റൂം, ടെറസ് ഇത് മസ്റ്റായിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരു സൊല്യൂഷൻ നമുക്കില്ല. വാട്ടർ പ്രൂഫിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ലിക്വിഡ് ബേസ്ഡ് വാട്ടർ പ്രൂഫിങ്ങിനെ പറ്റി ഒഴിവാക്കുക. ലിക്വിഡ് ബേസ്ഡ് വാട്ടർ പ്രൂഫിങ്ങിന് എലോങ്ങേഷൻ ഇല്ല, അതുപോലെ തന്നെ തിക്നെസ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രക്ചറിൽ പടവ് വാർക്കാൻ വേണ്ടി നടക്കുമ്പോഴും അതുപോലെ തന്നെ മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടി നടക്കുമ്പോഴും എല്ലാം എന്ത് ചെയ്യും, ഇതിന് ഡാമേജ് ഉണ്ടാവും. വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ എപ്പോഴും ബിറ്റുമിൻ ഷീറ്റ്, അതുപോലെ തന്നെ SBS ഷീറ്റ് അല്ലെങ്കിൽ HDP മെമ്പർ, ഈ 3 മെറ്റീരിയൽസ് മാത്രമേ വാട്ടർ പ്രൂഫിങ്ങിനായിട്ട് ഉപയോഗിക്കാവൂ. കാരണം വെച്ചാൽ നമുക്ക് കുറച്ച് റേറ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ കൂടുതലാണെങ്കിലും പിന്നീട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കളയേണ്ടതായിട്ടുള്ള വരത്തില്ല. നമ്മൾ ലിക്വിഡ് ബേസ്ഡ് വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ട് ഫെയിലിയർ ആവുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. വാട്ടർ പ്രൂഫിംഗ് ഫൗണ്ടേഷൻ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് വീണ്ടും ഈ ഇഷ്യൂസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷന്റെ വാട്ടർ പ്രൂഫിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ പടവ് കെട്ടി കഴിഞ്ഞ് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പുട്ടി പെയിന്റ് വർക്കിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ പുട്ടി പെയിന്റ് വർക്കിന് മുമ്പായിട്ട് പ്ലാസ്റ്ററിങ് നല്ലപോലെ ക്യൂർ ചെയ്യാറുണ്ട്. ഈ ക്യൂർ ചെയ്തത് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, പ്രൈമർ ഒടിച്ച് പുട്ടിയിട്ട് പെയിന്റ് അടിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, സ്ട്രക്ചറിൽ പിടിച്ചേക്കുന്ന വെള്ളത്തിന് പോകാനായിട്ട് വേറെ സ്പേസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കൊടുത്തേക്കുന്ന സ്ട്രക്ചറിലെ പെയിന്റിനെ എന്ത് ചെയ്യും, ഇത് പൊളിച്ചിളക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും നമ്മൾ ചെയ്ത വാട്ടർ പ്രൂഫിങ് ഫെയിലർ ആയിരുന്നു. സമയം കൊടുക്കുക, ഡ്രൈ ആവാനുള്ള സമയം കൊടുക്കുക. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, പെയിന്റും അടിച്ച് പുട്ടി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. വീട് വെച്ച് കഴിഞ്ഞ് നമുക്ക് 2-3 വർഷം കഴിയുമ്പോഴാണ് നമുക്ക് റൈസിംഗ് ഡാമേജിന്റെ ഇഷ്യൂസ് കണ്ടുവരുന്നത്. പെർമനന്റ് സൊല്യൂഷൻ ഇല്ല എന്ന് പറയാൻ കാര്യം, സ്ട്രക്ചർ കെട്ടിക്കഴിഞ്ഞാൽ അതിന് മേലേക്ക് നമ്മൾ പുട്ടി അടിക്കുന്നുണ്ട്, പെയിന്റ്, പ്രൈമർ, ഇത്രയും 3 സാധനങ്ങൾ നമ്മൾ വാളിന് മേലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ സാധനം പൊളിഞ്ഞിളകി തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് അലർജി ഉണ്ടാവാം. രണ്ടെന്ന് പറയുന്നത് ഇത് റിമൂവ് ചെയ്ത് നമുക്ക് പെർമനന്റ് ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ജീവിതകാലം മൊത്തം റിപ്പയർ വർക്ക് ചെയ്യുക, വർഷത്തിൽ 10 വർഷത്തിൽ 2-3 ടൈം പെയിന്റ് അടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട വരും, ബുദ്ധിമുട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സോൾവെന്റ് ബേസ്ഡ് പ്രൈമർ ആണ്. സോൾവെന്റ് ബേസ്ഡ് പ്രൈമർ അപ്ലൈ ചെയ്തതിനു ശേഷം അതിന് മേലേക്കാണ് 3 mm തിക്നെസ് വരുന്ന ബിറ്റുമിൻ ഷീറ്റ് നമ്മൾ ലേ ചെയ്യുന്നത്. ബിറ്റുമിൻ ഷീറ്റ് ലേ ചെയ്യാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത് ബിറ്റുമിൻ ഷീറ്റിന്റെ ഒന്ന് തിക്നെസ് കൂടുതലാണ്. അതുപോലെ തന്നെ ബിറ്റുമിൻ ഷീറ്റിന്റെ അടുത്ത ഗുണം എന്ന് പറയുന്നത് ഇത് ബ്രിഡ്ജിങ് കപ്പാസിറ്റി കൂടുതലാണ്, ഇത് ഡാമേജ് ആയി പോകത്തില്ല. അപ്പൊ നമ്മൾ ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് ഇതിന് മേലേക്ക് മണ്ണിടുകയും അതുപോലെ തന്നെ ഇതിന് മേലേക്കുള്ള പെരുമാറ്റം, പടവ് വെക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഈ ഷീറ്റ് റിമൂവ് ആയി പോവുകയോ അതുപോലെ തന്നെ ഡാമേജ് ആയി പോവുകയോ ചെയ്യാറില്ല. അപ്പോൾ മാക്സിമം ചെയ്യുമ്പോൾ ആ ഒരു ഫൗണ്ടേഷന്റെ കാര്യത്തിന് അത്രത്തോളം സീരിയസ് ആയിട്ട് തന്നെ ഫൗണ്ടേഷൻ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.